Welcome to Matrix Academy for Civil Engineering. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൽ ഫയൽ എങ്ങനെയാണ് ഓട്ടോകാഡിലേക്ക് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഞാനിവിടെ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എക്സൽ ഫയൽ ഞാൻ ഓട്ടോകാഡിലേക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ അതിനായി DL എന്ന കമാൻഡാണ് ഉപയോഗിക്കുക. DL പ്രസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ എക്സൽ ഡാറ്റ ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പേര് കൊടുക്കുക. എന്ത് പേരാണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ ആ പേര് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ തൽക്കാലം ഡാറ്റ എന്ന് പറഞ്ഞ പേര് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. അതിനുശേഷം ഏത് ഫയലാണ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യേണ്ടത് അതിവിടെ ബ്രൗസ് ഫോർ എ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞങ്ങൾക്ക് ഡോർ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഈ എക്സൽ ഫയലാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ഏത് ഷീറ്റാണ് ആ എക്സലിൽ ഏത് ഷീറ്റാണ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. എനിക്കിവിടെ ഒറ്റ ഷീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷീറ്റ് 1 എന്ന് പറയുന്ന സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ. അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രോയിൽ ടേബിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് ഫയലാണോ നിങ്ങൾക്ക് ഡാറ്റയാണ് ലിങ്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഫ്രം എ ഡാറ്റ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നുള്ളത് നമ്മുടെ ഡാറ്റ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ. ഇത് സെലക്ട് ചെയ്യുക, ഡാറ്റ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ആ ഫയൽ നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഇതിൽ ഞാനിവിടെ എക്സലിൽ വന്നിട്ട് ആ ഫയൽ, അതേ ഫയലിൽ എക്സൽ പേജിൽ വന്നിട്ട് ഇവിടെ ഞാൻ ഇതിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ബെഡ്റൂം എന്നുള്ളത് മാറ്റി ഞാൻ ബാത്റൂം എന്നാക്കുന്നു, ടോയ്ലറ്റ് എന്ന് മാറ്റി ഞാൻ ബെഡ്റൂം എന്നാക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുന്നു. ഇത് സേവ് ചെയ്തു. ഞാൻ ഓട്ടോകാഡിലേക്ക് വരുന്നു. ഈ ഫയൽ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിക്കുക. ഇവിടെ അപ്ഡേറ്റ് ടേബിൾ ഡാറ്റ ലിങ്ക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന മാറ്റം ഇവിടെ അപ്ഡേറ്റ് ആയി കിട്ടുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.